സംഘപരിവാറിന്റെ പന്തളം സംഗമത്തിൽ സെമിനാർ നടന്നത് ഒഴിഞ്ഞ വേദിയിൽ ജി രാമൻ നായർ വിഷയാവതരണം നടത്തിയപ്പോൾ കസേരകളൊക്കെ കാലിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ദൃശ്യങ്ങളൊക്കെ കൈരളി ന്യൂസ് പുറത്തുവിടുന്നു. അസിത, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഈ അയ്യപ്പ സംഗമം നടന്നപ്പോൾ പല മാധ്യമങ്ങളും കണക്കുകളൊക്കെ കുറച്ച് കാണിച്ചിരുന്നു. അസിത, ഏഷ്യാനെറ്റും മാതൃഭൂമിയും അടക്കമുള്ള ചാനലുകളാണ്. അതായത് 4000 സംതിങ് ആളുകൾ ഉണ്ട് എന്ന മന്ത്രി വി എൻ വാസവൻ കണക്കുകൾ നിരത്തി സൂചിപ്പിക്കുമ്പോഴാണ് ഈ പറയുന്ന മുൻനിര മാധ്യമങ്ങളൊക്കെ 600-ഉം 700-ഉം എന്ന് പറഞ്ഞുകൊണ്ട് ആ കണക്കിനെ ചുരുക്കി കാണിച്ചത്. അവർ കാണട്ടെ ഈ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഈ ദൃശ്യങ്ങൾ. തീർച്ചയായും സുജു ടി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സുജു, കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വലിയ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഇതാ ബദൽ സംഗമം എന്ന പേരിൽ പന്തളത്ത് നടന്ന സംഗമത്തിലെ ദൃശ്യങ്ങളാണ് പുറത്തു വരികയും ചെയ്യുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? അസിത, ഭദ്ര, നമുക്കറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയിരുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ കുറവാണെന്ന് ചില മാധ്യമങ്ങളൊക്കെ വ്യാജ വാർത്തകൾ പടച്ചുവിടുകയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്ന് RSSന്റെ ബദൽ സംഗമത്തിലെത്തിയ പല നേതാക്കളും പ്രസംഗം ആരംഭിക്കുന്നത്. അവിടെ കുറവായിരുന്നു, പരിഹസിച്ചിരുന്നത്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ആ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. ജി രാമൻ നായർ ശബരിമലയുടെ വികസനം എന്ന വിഷയത്തിൽ സെമിനാർ അവതരിപ്പിക്കുമ്പോൾ ആ ശബരിമലയുടെ വികസനം എന്ന വിഷയം യഥാർത്ഥത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെ വിമർശിച്ചുകൊണ്ട് ബദൽ RSSന്റെ അയ്യപ്പ സംഗമത്തിലെത്തിയവർക്കൊരു വിഷയമേ അല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒഴിഞ്ഞ കസാര ഇതിനെല്ലാം ജി രാമൻ നായരുടെ വിഷയം കേൾക്കാൻ ഉണ്ടായിരുന്നത്. ഇന്ന് 800-ൽ താഴെ ആളുകളെ മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സദസ്സ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ 4000-ഓളം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന സദസ്സായിരുന്നു. അത്രയധികം കസാരകൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഏതാനും ചില സമയങ്ങളിൽ, അതായത് സെഷനുകൾ തുടങ്ങുന്ന സമയങ്ങളിൽ ആളുകൾ പോയപ്പോൾ അത് വീഡിയോ പകർത്തിക്കൊണ്ട് ആളുകളില്ല എന്ന വ്യാജ വാർത്ത സൃഷ്ടിച്ചത്. എന്നാൽ ഇവിടെ 800-ൽ താഴെ ആളുകൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്നിടത്താണ് ഈ ആളുകളെ പിടിച്ചിരുത്താൻ സംഘപരിവാറിന് സാധിച്ചിരുന്നില്ല. അതായത് സംഘപരിവാറിൻ്റെ പ്രവർത്തകരെത്തിയവർക്ക് ജി രാമൻ നായരുടെ ശബരിമലയും വികസനം എന്ന വിഷയത്തിലെ അവതരണം ആർക്കും ഒരു വിഷയമല്ലായിരുന്നു. അവിടെ നമുക്ക് പമ്പയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് സ്വന്തം കണ്ണുകൾ സാക്ഷിയാണ് അവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്നത്. ആ സ്വന്തം കണ്ണുകളെ അവിശ്വസിച്ചുകൊണ്ട് ആരോ പടച്ചുവിട്ട വാർത്ത ഏറ്റെടുത്തുകൊണ്ട് 750 പേർ മാത്രം വന്നുവെന്ന വാർത്ത നൽകിയ ചില മാധ്യമങ്ങളുണ്ട്. എന്നാൽ അവരുടെ സ്വന്തം കണ്ണുകളും അതുപോലെ അവരുടെ ക്യാമറ കണ്ണുകളും സംഘപരിവാർ നടത്തിയ ബദൽ അയ്യപ്പ സംഗമത്തിൽ കണ്ണുകൾ അടച്ചു. അതുകൊണ്ടാണ് അവർ ഇന്ന് ഇത്തരത്തിൽ വാർത്ത നൽകാതെ പകരം വലിയ ആൾക്കൂട്ടം എന്ന തരത്തിൽ വാർത്ത നൽകി. എന്തായാലും സംഘപരിവാറിൻ്റെ നുണകൾക്കൊപ്പം ചിരിക്കുന്ന ചില മാധ്യമങ്ങളുടെ കപട നിഷ്പക്ഷത കൂടിയാണ് ഇതിൽ കൂടി പൊളിഞ്ഞു വീഴുന്നത്. അസിത, ശരി, സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. സംഘപരിവാറിന്റെ പന്തളം സംഗമം അത് ആളുകളെ എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ള റിപ്പോർട്ടുകൾ. അസിത, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇതിനെ ബദൽ സംഗമം എന്ന് പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇതിനെ ബദൽ സംഗമം എന്ന് പറയുന്നത്? കാരണം ഒരു ഭാഗത്ത് 4000-ലധികം ആളുകൾ പങ്കെടുക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് വെറും 200-ൽ താഴെ ആളുകൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഇത് വെറും ഈ RSSന്റെ ഒരു വർഗീയ സംഗമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ആളുകൾ പോലും ഇത് തിരിച്ചറിഞ്ഞ് വരാതിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ആ നിലയിലാണ് നമ്മൾ അവിടെ കണ്ട ദൃശ്യങ്ങൾ.